ഹലോ എവ്രി വൺ. അപ്പോൾ നമുക്കൊരു സി വി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ഇതിൽ സി വി മേക്ക് ചെയ്യുന്നതും അതേപോലെ ATS ഫ്രണ്ട്ലി സി വിസും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, എൻഡ് വരെ നിങ്ങളിത് കാണണം, എന്നാലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ ക്യാൻവയിൽ കയറിയിട്ട് റെസ്യൂമേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക. കുറച്ച് സിമ്പിളായിട്ടുള്ളത് എടുക്കുക കേട്ടോ. സോ എനിക്കൊരു ടെംപ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് എടുക്കുകയാണ്. കുറച്ച് കാണുമ്പോൾ ഒരു സിമ്പിളായിട്ട് തോന്നി. അപ്പോൾ ഇതിൽ ഓൾറെഡി കുറേ ഡാറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് ആക്കി മാറ്റാം നമുക്ക്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം ഞാൻ ചെയ്യുന്നത് അതിലെ നെയിം മാറ്റിയിട്ട് ഞാൻ എൻ്റെ നെയിമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിന് താഴെയുള്ള ചാറ്റേഡ് അക്കൗണ്ടൻ്റ് എന്ന് എഴുതി അവിടെ നമ്മൾ KG ടീച്ചറിനോ നമ്മൾ ഏത് പൊസിഷനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പൊസിഷൻ ഡെസിഗ്നേഷൻ ആക്കിയിട്ട് മാറ്റി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴെ ടെക്സ്റ്റ് ബോക്സ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഡസ്റ്റ്ബിൻ ഐക്കൺ ഉണ്ടാവും. അതിൽ ടച്ച് ചെയ്താൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. then താഴെ പ്രൊഫഷണൽ സമ്മറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി ഞാൻ എബൌട്ട് മീ എന്നാക്കുന്നുണ്ട്. നമുക്കൊരു എബൌട്ട് മീ നമുക്ക് കിട്ടണമല്ലേ. അപ്പോൾ നമ്മൾ ChatGPTയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു KG ടീച്ചർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എബൌട്ട് മീ വേണമെന്ന് പറയാം. അപ്പോൾ ChatGPT നമുക്ക് തരും. അപ്പോൾ ChatGPT തന്നെ നമുക്ക് കുറേ ആൻസേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ആൻസേഴ്സിൽ നമുക്ക് ബെസ്റ്റായിട്ട് തോന്നിയത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നത്, നമുക്ക് ഏതാണ് ആവശ്യമായിട്ടുള്ളത് അതിനെ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ടച്ച് ചെയ്യുക. അപ്പോൾ എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ മുകളിൽ കോപ്പി എന്ന് കാണാം, അതിനെ കോപ്പി ചെയ്യുക. എന്ന് ക്യാൻവയിലേക്ക് വരിക. അതിൽ വീണ്ടും ഒന്ന് ആ സെലക്ഷൻ കൊടുത്ത് ടച്ച് ചെയ്യുമ്പോൾ എന്നിട്ട് പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ പോയിട്ടുള്ള സ്കൂള് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റും, ടീച്ചർ ട്രെയിനിങ്ങിന് പോയിട്ടുള്ള സ്കൂൾ അല്ലേ. അപ്പോൾ അത് അവിടെയുള്ള ഒരു ഇത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പോയി സ്കൂളിൻ്റെ പേര് കൊടുക്കുക. പിന്നെ എത്ര ഡ്യൂറേഷനിൽ നിങ്ങൾ പോയിട്ടുണ്ടെന്നുള്ളത് അതിൻ്റെ താഴെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ജൂൺ 2023 ടു ഫെബ്രുവരി 2025 എന്ന ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ താഴെ ആഡ് ചെയ്യാനുള്ള കുറച്ച് കണ്ടൻറ്റ് വേണം. അപ്പോൾ ആ കണ്ടൻറ്റ് നമുക്ക് ChatGPTയിൽ തന്നെ പോയിട്ട് ചോദിക്കാം. Key points to add in work experience in school as KG teacher. അപ്പോൾ ChatGPT കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് തരും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, അതേപോലെ നേരത്തെ ചെയ്ത പോലെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ChatGPTയിൽ നിന്ന് എന്ത് കണ്ടൻറ്റ് കിട്ടുമ്പോഴും നിങ്ങളതൊന്ന് റീഡ് ചെയ്ത് നോക്കണം കേട്ടോ. റീഡ് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങളത് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത്. അത് ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതിനെ നേരത്തെ ചെയ്ത പോലെ കോപ്പി ചെയ്യുക, ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. ജസ്റ്റ് ഒരു ടച്ച് കൊടുത്താൽ നമുക്ക് കോപ്പി ചെയ്യാനുള്ളത് കിട്ടും. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളതിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കോപ്പി എന്ന് കാണാം. കോപ്പിയിൽ ടച്ച് ചെയ്യുക, ദെൻ ക്യാൻവയിലേക്ക് പോകുന്നു. എവിടെയാണ് നമുക്ക് പേസ്റ്റ് ചെയ്യുന്നത് അവിടെ ടച്ച് ചെയ്യുക. ദെൻ അവിടെ ഒരു ടച്ചും കൂടി കൊടുത്തതിന് അതിൻ്റെ സെലക്ഷൻ വരും. ദെൻ അതിൽ പേസ്റ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക്